അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ഉംറക്ക് പോവേണ്ട ഒരു സ്ത്രീയും കുട്ടിയും അതിൻ്റെ ഭർത്താവും ഉണ്ട്. ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു മുമൈസല്ലാത്തൊരു കുട്ടിയെ ഇപ്പോൾ തവാഫ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് വീൽ ചെയറിലോ എടുത്തൊക്കെ തവാഫ് ചെയ്യുകയാണെങ്കിലും അതിന് വേറെ നിയ്യത്ത് വെച്ചിട്ട് അതിന് വേറെ തവാഫ് ചെയ്യിപ്പിക്കണം. ആ ഒരു തവാഫ് രണ്ടാൾക്കും കിട്ടൂല എന്നാണ്. അപ്പോൾ ഉംറയിലാവുമ്പോൾ ഉംറയിൽ ഉൾക്കൊള്ളുന്ന തവാഫിന് അതിന് വേറെ നിയ്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ ഈ വീൽ ചെയറിൽ വെച്ച് കുട്ടിയെ ഉന്തിയാൽ ആ കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും തവാഫ് കിട്ടുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുമൈസ് അല്ലാത്ത ഒരു കുട്ടിയെ ഉംറ ചെയ്യിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പിതാവ് വേറെ തന്നെ തവാഫ് ചെയ്യിപ്പിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ വീൽ ചെയറിലാക്കുമ്പോൾ വീൽ ചെയറിൽ ഉള്ള ഒരാൾക്കും അതിനെ തള്ളുന്ന ആൾക്കും വേറെ വേറെ തന്നെ പൊതുവെ തവാഫിൽ കിട്ടുമെങ്കിലും ഇവിടെ കുട്ടി മുമയ്യിസ് അല്ലാതെയായി എന്നുള്ളത് കൊണ്ട് ഇസ്തിഖ്ലാലില്ലാത്ത കാരണം ആ കുട്ടിയുടെ വലിയും കുട്ടിയോട് കൂടെ ചെയ്യൽ നിർബന്ധം ആണ്. ഈ കാര്യം ബഹുമാനപ്പെട്ട ഫിഖഹിന്റെ ജമല് 2-ാം വാള്യം 376 പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് വായിക്കാം. വയത്തൂഫുൽ വലിയു, വലിയ തവാഫ് ചെയ്യണം ബിഹി, കുട്ടിയെയുമായിട്ട്, ബി ഷർത്തി ത്വഹാറത്തിഹിമ, അപ്പൊ കുട്ടിക്കും പിതാവിനും രണ്ടാൾക്കും ഒതു വേണം, കിലഹിമ രണ്ടാൾക്കും. ഐ ഫിഷ്തർത്തു ത്വഹാറത്തു സബീ വൽ വലിയി, കുട്ടിക്കും വലിയനും രണ്ടാൾക്കും വേണം, കിലഹിമ രണ്ടാൾക്കും. വക്കഥാ ജാലുൽ ബൈത്യൻ യസാരി സ്വബി, കുട്ടിയുടെയും ഇടതുഭാഗം കഅബയെ ആക്കണം, ഇവനും ആക്കണം. വക്കഥാ യുസ്തർത്തു സത്തുറുൽ ഔറത്തി വ തഹാറ വ സായിറു ശുറൂത്തി തവാഫി ഫി കുല്ലി മിനൽ വലിയി വ സബീ മഅൻ, എല്ലാ ഷർത്തുകളും കുട്ടിയിലും വേണം, ചെയ്യിപ്പിക്കുന്ന പിതാവിലും വേണം. അപ്പോൾ യൊലിയുൽ വലിയു, കുട്ടി ഒതുണ്ടാക്കി കൊടുക്കണം, നിയ്യത്തിൽ ഉളുയി അന്നു, കുട്ടിയെ തൊട്ട് ഞാൻ ഒതുവെടുത്ത് കൊടുക്കുന്നു എന്ന നിയ്യത്തോടെ കുട്ടിക്ക് ഒതുണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ആവശ്യമാണ്. സുമ്മ ഇന്നവിൻ താഫൽ വലിയു ബിഹിയൗ സഹാബിഹി, ഈ കുട്ടിയെ കൊണ്ട് വലിയ തവാഫോ സായോ ചെയ്യിപ്പിക്കുമ്പോൾ ഫല യുഅദു തവാഫു വല സായു ഇല്ലാനി സ്വബിയി, കുട്ടിക്ക് മാത്രമേ അത് വകവെക്കപ്പെടുള്ളൂ. അൽ ഗൈറുൽ മുമൈസി, മുമൈസ് അല്ലാത്ത കുട്ടി, ഐ ഫഖത്ത്, അത്ര മാത്രം. ലാ അൽ വലിയി, വലിയനെ തൊട്ട് വകവെക്കപ്പെടൂല. വല അൻഹുമാ മാൻ, രണ്ടാക്കും കൂടി അതും കിട്ടൂല. ഫയംബഗി കൗനുമാ ബഅദ ഫിഅലിഹിമ, അപ്പോൾ വലിയന് ഉംറ ചെയ്യുന്ന ആളാണെങ്കിൽ പിതാവ് അദ്ദേഹത്തിന്റെ തവാഫും അദ്ദേഹത്തിന്റെ സായും ഒക്കെ ചെയ്തതിന്റെ ശേഷമാകണം കുട്ടിയെ കൊണ്ട് തവാഫും സായും ചെയ്യിക്കുന്നത് എന്നർത്ഥം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ കുട്ടി ഗൈറ് മുമയ്യിസ് ആകയാൽ ഇസ്തിഖ്ലാൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ പിതാവും കൂടെ ചെയ്താലേ അത് വകവെക്കപ്പെടൂ എന്ന് പറയാൻ കാരണം. കുട്ടിയുടെ തവാഫും കുട്ടിയുടെ ഉംറയും എന്ന് പറഞ്ഞിട്ട് സ്വന്തം തന്നെ ഒരു ക്ലിപ്പ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നുകൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയവരുടെയോ മുമൈസായ കുട്ടിയുടെയോ വിധിയല്ല മുമൈസ് അല്ലാത്ത കുട്ടിയാകുമ്പോൾ കുട്ടിയെ വലിയായ വാപ്പ തന്നെ ഇഹ്റാം ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ വാപ്പ ഏൽപ്പിച്ച ആള്, വാപ്പയുണ്ടായിരിക്കെ തന്നെ വാപ്പാന്റെ സമ്മതം ഏൽപ്പിക്കലൊന്നും കൂടാതെ അമ്മ മാത്രം ഒരിമാക്കിയാൽ മതിയാകൂല എന്ന് തന്നെ ബഹുമാനപ്പെട്ട തുഹഫ 4-ാം വാള്യം 6-ാമത്തെ പേജിലുണ്ട്. ഇങ്ങനെ ഇഹ്റാം ചെയ്യിപ്പിച്ചതിൻ്റെ ശേഷം വളരെ ശ്രദ്ധയോടുകൂടെ ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയെ കൊണ്ട് തജ്നീബ് ചെയ്യിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. ജമല് 2-376, തുഹഫ 4-7, ബഹുമാനപ്പെട്ട ഖൽയൂബി 2-85, ഫൈദുൽ ഇലാഹിൽ മാലിക്കി 1-ാം വാള്യം 295, ബഹുമാനപ്പെട്ട ഉംദത്തുൽ അബ്റാർ 12-13 പേജുകളിലൊക്കെ ഇവിഷയകമായി വളരെയേറെ വിശദീകരണങ്ങളുണ്ട്. അത്യാവശ്യമൊക്കെ ഒന്നുകൂടെ മറ്റേ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞിരിക്കയാൽ അത് ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അതൊന്ന് ഇതിലേക്ക് വിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ബാക്കി അതിൽ കേൾക്കാം. അള്ളാഹു തആല നമുക്ക് കനാഫിയായ ഇൽമ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. കുട്ടികളുടെ ഹജ്ജും ഉംറയും സംബന്ധിച്ച ഉസ്താദിൻ്റെ ക്ലിപ്പ് ആരും കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിടണം. ഉസ്താദ്, ഇവിടെ വേറൊരു കൂടെ സംശയമുണ്ട്. നമ്മളെ കുട്ടിക്ക് ഇങ്ങനെ തവാഫ് ചെയ്യിക്കുന്ന സമയത്ത്
വലിയൻ്റെ തവാഫ് മുൻകടക്കണം, നേരത്തെ കഴിയണം എന്നത് ഷർത്താണോ എന്നൊന്നും അറിയാൻ സംശയം. ഫെമ്പറി എന്ന് പറഞ്ഞിട്ടാണല്ലോ, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇബാറത്തുള്ളത്. അപ്പം അത് ഷർത്താണോ? നേരത്തെ കടന്നിട്ടില്ല എങ്കിൽ കുട്ടിക്കാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ സെഹത്തിനെ അത് ബാധിക്കുമോ എന്നൊന്ന് അറിയേണ്ടതുണ്ട്. വേറൊന്ന്, പിന്നെ ഈ തവാഫിലും സഅയിലും മാത്രമാണോ ഈ നിബന്ധന? കുട്ടിയുടേത് പരിഗണിക്കൂല, വലിയൻ്റേത് മാത്രമേ വലിയ കുട്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ പരിഗണിക്കുള്ളൂ എന്നുള്ളത് സഅയ്ക്കും തവാഫിനും മാത്രമാണോ ബാധകം എന്നൊന്ന് അറിയേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഹജ്ജിൻ്റെ വിഷയത്തിലാകുമ്പോൾ നമ്മൾ പിന്നെ മിനയിൽ രാപ്പാർക്കുക, മിനയിൽ രാപ്പാർക്കുക, അതേപോലെ തന്നെ മുസ്ദലിഫ, അറഫ, ഇതിനൊന്നും ഇത് ബാധകമല്ല ഇതിനും എന്നാണോ, അതോ ഇതിന് മാത്രമേ ബാധകമുള്ളൂ എന്നറിയേണ്ടതുണ്ട്. കാരണം മിനയിൽ രാപ്പാർക്കുകളിൽ കുട്ടിക്കും രക്ഷിതാവിനും കൂടി രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ സാധിക്കാത്തൊരമലാണല്ലോ മിനയിൽ രാപ്പാർക്കുക എന്ന്. മുതമുലയാൽ അയ്യാമത്തെ ശരിക്ക് നിൽക്കണ്ടേ. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ഉസ്താദ് ഒരു തഹക്കീക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ വേറൊന്ന്, ഈ പിന്നെ നമ്മൾ ഈ തഹാറത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഹനഫി മദ്ഹബിനൊക്കെ തക്ലീദ് ചെയ്തിട്ടാണല്ലോ മിക്കവാറും ആളുകൾ തവാഫ് ചെയ്യാറുള്ളത്. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അവിടെ വുളു മുറിയുന്ന പ്രശ്നം വരുന്നത് കൊണ്ട് ഹനഫി മദ്ഹബ് തക്ലീദ് ചെയ്തിട്ടാണല്ലോ കൂടുതൽ ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ തക്ലീദ് ചെയ്യുമ്പോൾ തഹാറത്തിൻ്റെ വിഷയം വുളുവിൻ്റെ വിഷയത്തിൽ മാത്രം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതിയോ, അതോ നജസിൻ്റെ വിഷയം കൂടെ ഹനഫി മദ്ഹബിനെ സ്വീകരിക്കേണ്ടതുണ്ടോ ഒന്നൊന്ന് പറഞ്ഞു തരണം ഉസ്താദെ. പിന്നെ ഇവിടെ പ്രശ്നം വരുന്നത് നമ്മുടെ ഈ മുമൈസ് അല്ലാത്ത കുട്ടികൾ, മഖ്തൂൻ അല്ലെങ്കിൽ ഖിത്താൻ ചെയ്യപ്പെടാത്ത കുട്ടിയാണെങ്കിൽ അപ്പോൾ അവിടെ നജസ് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ കുട്ടിൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് തവാഫിനെ ബാധിക്കൂലേ എന്നാണ് സംശയം. ഈ കുട്ടിയുടെ ഉംറ ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്. വയുൽബിസു സിയാബൽ ഇഹ്റാം വയുജന്നിബുൽ മഅ്ദൂറക ത്വയ്ബി എന്നിട്ട് പറഞ്ഞു വയുഷ്ഹിദുൽ മശാഹിദ മിന, മുസ്ദലിഫ, അറഫ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടിയെ വലിയ കൊണ്ടുപോകണം. വയഫ്അലുൽ വലിയു അൻഹു മാലാ യുംകിനു മിൻഹു, കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് വലിയ ചെയ്യണം. കുട്ടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും വേണം. കൽ ഇഹ്റാമി വർക്കായത്തൈ തവാഫി വർറംയി, ഇതൊക്കെ ഉംദ ഫൈദ് 1/295 പറഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായി ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിപ്പിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. അത് കിട്ടിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി ശേഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് വരുന്നുണ്ട്. അവരെ കൂടെ ഒരു 6 മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ ഇപ്പോൾ സാധാ അപ്പോൾ ഇവിടെയൊക്കെ ഒരു വണ്ടി വെച്ച് ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇപ്പോൾ സൗദി സ്ത്രീകളൊക്കെ നടക്കുന്നു, ഉന്തിക്കൊണ്ട് നടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വീച്ചാറുള്ള അങ്ങനത്തെ ഒരു വണ്ടിമ വെച്ച് ഉന്തി തവാഫ് ചെയ്താൽ ആ ഉന്തുന്ന ആളുടെയും ഈ കുട്ടിയുടെയും തവാഫ് വീടോ, തവാഫും സഴിയൊക്കെ വീടുമോ? അതേപോലെ തന്നെ ഈ കുട്ടിയെ പിന്നെ എടുത്ത് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് കഅബത്തെ ഇടഭാഗത്തെ പോയി കുട്ടിയെ എങ്ങനെ ഇടഭാഗത്തേക്ക് തന്നെ ആക്കി എടുക്കണോ, അതല്ല മറ്റു ഭാഗത്തേക്ക് ആക്കിയാൽ കുഴപ്പമുണ്ടോ? ഇത് രണ്ടിനും ഒരു മറുപടി കിട്ടിയാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. 6 മാസമായ കുട്ടി എന്നാണല്ലോ പറഞ്ഞത്. മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുമ്പോൾ ഈ കുട്ടിയെ ഞാൻ മുഹരിമാക്കി എന്ന് വലിയ ഹജ്ജ് കൊണ്ടോ അല്ലെങ്കിൽ ഉംറ കൊണ്ടോ ഈ കുട്ടിയെ ഞാൻ മുഹരിമാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കലോടെയാണ് ആ കുട്ടി മുഹരിമാകുന്നത്. വലിയ ആൾ ചെയ്യുന്നതിനേക്കാളും പ്രയാസകരമാണ് ചെറിയ മുമൈസ് അല്ലാത്ത കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ഇഹ്റാം കിട്ടിയതിൻ്റെ ശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇഹ്റാമിൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ പരമാവധി മാതാപിതാക്കൾ കുട്ടിയിൽ ശ്രദ്ധിക്കേണ്ടി വരും. അതിൻ്റെ പുറമെ ഈ ചെറിയ കുട്ടിയുടെ തവാഫിൽ വലിയൻ്റെ തവാഫ് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ വലിയൻ്റേത് നിർവഹിച്ചതിൻ്റെ ശേഷം കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പം തവാഫിൻ്റെ നിബന്ധനകളായ സത്തുറുൽ ഔറത്ത്, ത്വഹാറത്ത്,
ജാലുൽ കഅബത്ത് ഫി ജിഹത്തിൽ യസാറ് എന്ന ഷർത്തുകളെല്ലാം കുട്ടിയിലും വലിയിലും രണ്ടാളിലും പാലിക്കപ്പെടൽ നിർബന്ധവുമാണ്. ഇത് കുട്ടി മുമയ്യിസ് അല്ലാത്തതായി എന്നുള്ളതാണ് കാരണം. ഇവിടെ വീൽ ചെയറിൽ വെച്ച് ഉന്തിയാലും കുട്ടിയെ ചുമന്നാലും എങ്ങനെയായാലും കുട്ടിയെ ചുമന്ന് വലിയ നിർവഹിക്കുന്ന തവാഫ് രണ്ടാൾക്കും കൂടി വകവെക്കപ്പെടില്ല. അത് കുട്ടിയുടേത് വലിയൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ശേഷം രണ്ടാളിലും ഈ ഷർത്തുകളൊക്കെ ഉണ്ടാവലോടെ കുട്ടിക്ക് വേണ്ടി വേറെ തന്നെ രണ്ടാളും കൂടി നടന്ന് ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് മുമയ്യിസായ ആള്, ഉദാഹരണം വലിയ ആളാണെങ്കിൽ അവിടെ വീൽ ചെയറിൽ ഇരുത്തി ഉന്തുന്നതും ചുമക്കുന്നതും രണ്ടും രണ്ട് വിധിയിലാണ്. വീൽ ചെയറിൽ ഉന്തുമ്പോൾ ഉന്തുന്നവനും ഉന്തപ്പെടുന്നവനും നിയ്യത്ത് വച്ചാൽ രണ്ടാൾക്കും തവാഫ്, രണ്ടാളിലും തവാഫ് കിട്ടുന്നതാണ്, രണ്ടാൾക്കും അത് പരിഗണിക്കപ്പെടുന്നതും ആണ്. നേരെ മറിച്ച് മുമയ്യിസ് അല്ലാത്ത കുട്ടിയാകുമ്പോൾ അത് വീൽ ചെയറിൽ വെച്ച് ഉന്തിയാലും അല്ലെങ്കിൽ തോളിൽ വെച്ചാലും എങ്ങനെയായാലും രണ്ടാൾക്കും കൂടി വകവെക്കപ്പെടില്ല. മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് ഇസ്തിഖ്ലാല് ഇല്ലാത്തത് കൊണ്ട് വലിയൻ്റെതായ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവന് ചെയ്യാനുള്ളത് ചെയ്തതിൻ്റെ ശേഷം കുട്ടിക്ക് വേണ്ടി വലിയും കൂടി നിർവഹിക്കണം എന്നാകുന്നു നിയമം. ഏതായാലും ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞ് തീർക്കവയ്യ. വളരെ